സോ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മളൊരു CSS എങ്ങനെ നമുക്ക് റിയാക്റ്റിൽ ഉപയോഗിക്കാമെന്ന് പഠിച്ചു കഴിഞ്ഞു. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് എങ്ങനെ നമ്മുടെ റിയാക്ട് പ്രൊജക്റ്റിൽ ഉപയോഗിക്കാമെന്നാണ്. സോ ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഗൂഗിൾ പോയതിനു ശേഷം ബൂട്ട്സ്ട്രാപ്പ് റിയാക്ട് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം കാണുന്ന റിസൾട്ട് react-bootstrap.github.io എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണാൻ സാധിക്കും. സോ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് npm ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. സോ നമ്മൾ ഈ കാണുന്ന കോഡ് npm install react bootstrap എന്ന് പറയുന്ന ഈ ഒരു കോഡ് ഇവിടുന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ടെർമിനലിൽ വരിക. ശേഷം നമ്മൾ Ctrl+C പ്രസ് ചെയ്ത് നമ്മുടെ സെർവർ സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ കോപ്പി ചെയ്ത കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. സോ ഇതുപോലെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ ഇത് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ വീണ്ടും നമുക്ക് സെർവർ റൺ ചെയ്യാം. npm start എൻ്റർ ചെയ്യുക. ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. നമുക്ക് എങ്ങനെ കമ്പോണൻ്റ് ഇമ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. സോ സിംഗിൾ കമ്പോണൻ്റ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ബട്ടൺ ഫ്രം റിയാക്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇമ്പോർട്ട് ഒരു കർലി ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ കോമ കൊടുത്ത് ഇതുപോലെ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ സെർവർ റൺ ആയിട്ടുണ്ട്. നമ്മളിവിടെ app.jsൽ ഹലോ വേൾഡ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ അടുത്ത ഒരു header.js എന്ന് പറയുന്ന കമ്പോണൻറ്റിലോട്ട് പോകുന്നു. ഇവിടെ നമ്മൾ ഒരു റിയാക്ട് ഫ്രാഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനുള്ളിൽ നമ്മൾ ജസ്റ്റ് ഒരു h1 എലമെൻറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനുള്ളിൽ നമ്മൾ ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്നു. നമുക്ക് ഈ ഭാഗത്തെ app.jsലെ ഹലോ വേൾഡ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഹലോ വേൾഡ് നമുക്ക് തൽക്കാലം ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ ഞാനിവിടെ ഹെഡർ നമ്മുടെ കമ്പോണൻറ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. സേവ് ചെയ്യാം. സോ നമുക്കിവിടെ ഒരു എറർ വരുന്നതായിരിക്കും. സോ നമുക്കത് നമ്മുടെ ഹെഡർ ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് കാണിക്കും. സോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇമ്പോർട്ട് ഹെഡർ ഫ്രം നമ്മുടെ ഹെഡറിൻ്റെ ലൊക്കേഷൻ കൊടുക്കുക, കമ്പോണൻസിൽ ഹെഡർ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡറിൽ നമ്മൾ കൊടുത്ത ഹലോ വേൾഡ് എന്ന് പറയുന്ന ആ ഒരു ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഹെഡറിലാണ് നമ്മുടെ ഈ ഒരു ബൂട്ട്സ്ട്രാപ്പ് കമ്പോണൻറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത്. തൽക്കാലം നമുക്കിത് ഹലോ വേൾഡ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ ബൂട്ട്സ്ട്രാപ്പിൻ്റെ വെബ്സൈറ്റിൽ തന്നെ വരുന്നു. സോ നിങ്ങൾക്കിവിടെ കാണാം നമുക്ക് ഈ ഒരു രീതിയിൽ കമ്പോണൻറ്റ് ഇമ്പോർട്ട് ചെയ്യാം. ഒരു കമ്പോണൻ്റ് ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ഇമ്പോർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ബട്ടൺ കമ്പോണൻറ്റ് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. ഞാനിത് കോപ്പി ചെയ്യുന്നു. ഇവിടുന്ന് കോപ്പി ചെയ്ത ശേഷം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇതിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇമ്പോർട്ട് ബട്ടൺ ഫ്രം റിയാക്ട് ബൂട്ട്സ്ട്രാപ്പ് ബട്ടൺ. സോ പിന്നെ ഒരു സെറ്റിംഗ് കൂടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം CSS നമ്മൾ ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ദ ഫോളോവിങ് ലൈൻ ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ യുവർ src/index.js ഓർ app.js. ഇത് നമ്മൾ index.jsലോ app.jsലോ ഇത് ആഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ നമുക്കിത് വർക്ക് ചെയ്യുള്ളൂ. സോ ഞാനിത് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്ത ശേഷം ഞാൻ app.jsൽ പോകുന്നു. app.jsൽ പോയതിന് ശേഷം ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. ഇമ്പോർട്ട് bootstrap dist css bootstrap min.css. സോ ഇത് bootstrap CSS ഫയലാണ്. സോ നമ്മൾ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നോഡ് മോഡ്യൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്ന ഫോൾഡറിൽ നിങ്ങൾക്കിത് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ബൂട്ട്സ്ട്രാപ്പ് npm ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്ത ബൂട്ട്സ്ട്രാപ്പാണ് നമ്മളിപ്പോൾ നോഡ് മോഡ്യൂൾസിൽ കാണുന്നത്. ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ വരിക. ഇതിൽ നമ്മൾ മുകളിൽ ഈ ഭാഗത്ത് കമ്പോണൻസ് എന്ന് പറയുന്ന ഒരു ടാബ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. കമ്പോണൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ കമ്പോണൻസിൻ്റെ താഴെ നമുക്കിവിടെ ബട്ടൺസ് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്തത് ബട്ടൺ ആണ്. സോ ബട്ടൺസിൽ നമ്മൾ ആദ്യത്തെ ഈ ഒരു ലൈൻ നമുക്ക് കോപ്പി ചെയ്യാം. ബട്ടൺ വേരിയൻറ്റ് പ്രൈമറി. ഓക്കെ, കോപ്പി ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്നതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. സേവ് ചെയ്ത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ പ്രൈമറി എന്ന് പറയുന്ന ഒരു ബട്ടൺ ലഭിക്കുന്നു. പക്ഷേ ബട്ടണിന് കാര്യമായിട്ട് സ്റ്റൈൽ വന്നിട്ടില്ല. അതിന് കാരണം നമുക്ക് എന്താണെന്ന് നോക്കാം. സോ ഇമ്പോർട്ട് ബട്ടൺ ഫ്രം റിയാക്ട് ബൂട്ട്സ്ട്രാപ്പ് ബട്ടൺ. അതുപോലെ app.jsൽ നമ്മൾ min.cs കൊടുത്തു കഴിഞ്ഞു. ഒന്നുകൂടി സേവ് ചെയ്യാം.
സേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ബട്ടൺ ബട്ടൺ ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ നമുക്ക് ലഭിച്ചു. നമ്മളത് ഈ app.jsൽ ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു CSS ഫയലിൻ്റെ ലിങ്ക് കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം വന്നത്. നമുക്കിവിടെ ബൂട്ട്സ്ട്രാപ്പ് ബട്ടൺ നമുക്ക് ലഭിച്ചു. ഓക്കെ, സോ ഇതിൻ്റെ മറ്റു വേരിയൻറ്റുകൾ നമുക്ക് നോക്കാം. സോ നമുക്കിവിടെ പ്രൈമറി എന്ന് കൊടുത്താൽ ബ്ലൂ വരും, അതുപോലെ സെക്കൻഡറി ഈ ഒരു കളർ വരും, ഗ്രേ കളർ, അതുപോലെ സക്സസ്, വാർണിംഗ്, നമുക്കെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഇതെല്ലാം ബൂട്ട്സ്ട്രാപ്പ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ സക്സസും ഈ കളർ ചേഞ്ച് ചെയ്യുന്ന സംഭവമൊക്കെ, ഈ പ്രൈമറി കളറും സക്സസ് കളറുമൊക്കെ. സോ നമ്മളിവിടെ സക്സസ് എന്ന് കൊടുക്കുന്നു, സക്സസ്. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതുപോലെ ഈ സക്സസ് കളർ ഗ്രീൻ കളർ ലഭിക്കുന്നതായിരിക്കും. സോ ഞാനിത് ഇവിടുന്ന് കോപ്പി ചെയ്ത് താഴെ പേസ്റ്റ് ചെയ്യുന്നു. താഴെ പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വേരിയൻറ്റ് വാർണിംഗ് എന്ന് കൊടുക്കുന്നു, വാർണിംഗ്. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ വാർണിംഗ് ബട്ടൺ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് താഴെ വേണമെങ്കിൽ ഒരു BR ടാഗ് കൊടുക്കാം, BR ടാഗ്. സോ ഈ ഒരു രീതിയിൽ സെൽഫ് ക്ലോസിംഗ് ടാഗ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. സോ അതിനുശേഷം നമുക്ക് മറ്റൊരു കമ്പോണൻറ്റ് കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ആഡ് ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ വന്നതിന് ശേഷം ടേബിൾസ് എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ്, ഓക്കെ, ടേബിൾ കമ്പോണൻറ്റ് നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ ഒരുപാട് മോഡലുണ്ട്. സോ നമ്മൾ ഈ ഒരു മോഡൽ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. ഈ ഒരു മോഡൽ ഇത്രയും ഭാഗം നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. കോപ്പി ചെയ്ത ശേഷം നമ്മുടെ ബട്ടൺ താഴെ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടേബിൾ എന്ന് പറയുന്ന ഈ ഒരു കമ്പോണൻറ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളിവിടെ ഇമ്പോർട്ട് എന്നതിന് ശേഷം നമ്മളിവിടെ ഒരു കർലി ബ്രാക്കറ്റ് കൊടുക്കുക, ബട്ടൺ. സോ നമ്മൾ ഒന്നിൽ കൂടുതൽ കമ്പോണൻ്റ് ആണ് ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ കോമ കൊടുത്ത ശേഷം നമ്മൾ ടേബിൾ എന്ന് കൊടുക്കുക, ടേബിൾ. സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 3 കാര്യങ്ങൾ, ഇമ്പോർട്ടഡ് ആസ് ബട്ടൺ വാസ് നോട്ട് ഫൗണ്ട്, ബട്ടൺ, ഇമ്പോർട്ടഡ് ആസ് ബട്ടൺ നോട്ട് ഫൗണ്ട് ഇൻ ബട്ടൺ. സോ നമുക്ക് ചെറിയ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സോ ഇമ്പോർട്ട് ബട്ടൺ കോമ ടേബിൾ. ഓക്കെ, സോ നമ്മൾ ഇമ്പോർട്ട് ബട്ടൺ ടേബിൾ ഫ്രം റിയാക്ട് ബൂട്ട്സ്ട്രാപ്പ് എന്നതിന് പകരമായി നമ്മളിവിടെ കൊടുക്കേണ്ടത്, ഓക്കെ, സോ ഫ്രം റിയാക്ട് ബൂട്ട്സ്ട്രാപ്പ് എന്ന് മാത്രം കൊടുത്താൽ മതി. നമ്മളിവിടെ ഒരു ഫോർവേഡ് സ്ലാഷ് ബട്ടൺ കൂടി കൊടുത്തിരുന്നു. സോ നമ്മളിവിടെ ഈ ഫോർവേഡ് സ്ലാഷ് ബട്ടൺ നമുക്ക് തൽക്കാലം ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ കമ്പോണൻസ് ആണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. സേവ് ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് എററൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് പോയി കഴിഞ്ഞാൽ കമ്പൈൽ ചെയ്യുകയാണ്. സോ നമ്മൾ റിസൾട്ട് വരുന്നതേ ഉള്ളൂ. സോ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിതുപോലെ നമ്മൊരു ടേബിൾ ഇവിടെ ലഭിച്ചു. ഈ രീതിയിൽ നമുക്കൊരു ടേബിൾ ഇവിടെ ലഭിച്ചു. ഓക്കെ, സോ ഇനി നമുക്ക് മറ്റൊരു കമ്പോണൻറ്റ് കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കമ്പോണൻസിൽ പോവാം. കമ്പോണൻസിൽ പോയതിന് ശേഷം നമുക്ക് ബട്ടൺ ഈ അക്കോർഡിയോൺ എന്ന് പറയുന്ന നമുക്കിതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ക്ലോസ് ആവുകയും ഓപ്പൺ ആവുകയും ചെയ്യുന്ന ഈ ഒരു സംഭവം. ഓക്കെ, സോ നമ്മളിവിടെ അക്കോർഡിയൻ എന്ന് പറയുന്ന ഈ ഒരു ഇത്രയും ഭാഗം നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത ശേഷം നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. ടേബിളിന് താഴെ വന്നതിന് ശേഷം നമുക്ക് പേസ്റ്റ് ചെയ്യാം. സോ നമുക്ക് അക്കോർഡിയൻ ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ ഇവിടെ കോമ കൊടുത്ത ശേഷം നമുക്ക് അക്കോർഡിയൻ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ പോയി നോക്കാം. ഇവിടെ നമുക്ക് കമ്പൈൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഈ രീതിയിൽ അക്കോർഡിയൻ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആവുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യാം. സോ നമുക്ക് അക്കോർഡിയനും നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു കമ്പോണൻസ് കൂടി നോക്കാം, കാർഡ്സ് എന്ന് പറയുന്ന കമ്പോണൻസ്. നമ്മൾ കൂടുതലായും ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റാണ്. സോ നമ്മളിവിടെ ഈ ഒരു ഭാഗം കോപ്പി ചെയ്തു. നമുക്ക് ഈ രീതിയിലുള്ളൊരു കാർഡ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ താഴെ വന്നതിന് ശേഷം അക്കോർഡിയൻ താഴെ വന്നതിന് ശേഷം പേസ്റ്റ് ചെയ്യുന്നു. സോ നമുക്ക് കാർഡ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമുക്കിവിടെ എറർ വരുന്നത്. ഇവിടെ വരിക, കോമ കൊടുക്കുക, കാർഡെന്ന് കൊടുക്കുക, സേവ് ചെയ്യുക. സേവ് ചെയ്ത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ പോയി നോക്കാം. സോ നമുക്കിവിടെ കാർഡ് ലഭിച്ചു. സോ നമുക്ക് ഇമേജസ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ രീതിയിൽ കാണിക്കുന്നത്. സോ നമുക്കവിടെ ഒരു ഇമേജ് കൊടുക്കാം. സോ കാർഡിൻ്റെ SRC എന്ന് പറയുന്ന ഭാഗത്ത് നമുക്കൊരു ഇമേജ് കൊടുക്കാം. സോ ഇമേജ് നമുക്ക് പിക്സം എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. സോ നമുക്ക് റാൻഡം ഇമേജസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ലോറം പിക്സം, ഇതിൽ പോവുക. ഇതിൽ പോയതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. സോ ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യുക. ഈ ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ SRCയിൽ വന്നതിന് ശേഷം നമ്മൾ പേസ്റ്റ് ചെയ്യുക, സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ലോഡ് ആവുന്ന സമയത്തും നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ റാൻഡം ഇമേജസ് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് റാൻഡം ഇമേജസ് ലഭിക്കുന്നതായിരിക്കും. സോ ഒന്നും കൂടി നമ്മൾ റീലോഡ് ചെയ്യുകയാണെങ്കിൽ അടുത്തതിൽ വേറൊരു ഇമേജ് ആയിരിക്കും ഈ ഭാഗത്ത് ലഭിക്കുക. സോ ഇത്തരത്തിൽ നമുക്ക് കാർഡ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് നമുക്ക് മുകളിൽ ഒരു നാവ് ബാർ എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ നമ്മൾ അടുത്ത കമ്പോണൻറ്റ്
പോയി നോക്കാം. ആ കമ്പോണൻറ്റിൽ നാവ് ബാർ അത് സെലക്ട് ചെയ്യുക. നാവ് ബാർ. സോ നാവ് ബാറിൽ നമുക്ക് ഒരുപാട് ഇവിടെ മോഡലിലുള്ള നാവിഗേഷൻ ബാർ നമുക്ക് കാണാൻ സാധിക്കും. സോ നമ്മളിവിടെ ഈ ഒരു ഡാർക്ക് സെലക്ട് ചെയ്യുന്നു. സോ നമ്മൾ ഇത്രയും ഭാഗം നാവിഗേഷൻ ബാർ, നാവ് ബാർ, ഈ ഒരു ഇത്രയും ഭാഗം കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ഏറ്റവും മുകളിൽ വരാം. ഏറ്റവും മുകളിൽ ഹലോ വേൾഡിന് മുകളിൽ വന്നതിന് ശേഷം നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. സോ നമുക്കിവിടെ നാവ് ബാർ, അതുപോലെ കണ്ടെയ്നർ, അതുപോലെ നാവ് 3 കമ്പോണൻറ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കോമ കൊടുത്ത ശേഷം നാവ് ബാർ, കോമ നാവ്, കോമ കണ്ടെയ്നർ. സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ പോയി നോക്കാം. സോ നമുക്കിവിടെ നമ്മൾ കൊടുത്തതിനനുസരിച്ചുള്ള ഒരു നാവ് ബാർ നമുക്കിവിടെ ലഭിച്ചു. സോ നമുക്കിതിനെല്ലാം കൂടി ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റാം. സോ നമ്മൾ ഓൾറെഡി കണ്ടെയ്നർ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിനുള്ളിൽ നമ്മൾ കണ്ടെയ്നർ. സോ ഈ കണ്ടെയ്നർ ഇവിടെ നിന്ന് എടുത്ത് നമ്മൾ താഴെ കൊണ്ടുപോയി നമുക്ക് പേസ്റ്റ് ചെയ്യാം. കാർഡിനും താഴെ കൊണ്ടുപോയി നമുക്ക് പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. സോ നമ്മുടെ കാർഡ്, നമ്മുടെ അക്കോർഡിയോൺ, അത് ടേബിൾ, ബട്ടൺ തുടങ്ങിയവയെല്ലാം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങൾ നോക്കിയാൽ കാണാം, നമ്മൾ വളരെ പെട്ടെന്നാണ് ഈ ബൂട്ട്സ്ട്രാപ്പിൻ്റെ സഹായത്തോടു കൂടി ഇത്രയും ഈ കമ്പോണൻ്റ് എല്ലാം ആഡ് ചെയ്തത്. സോ ബാക്കിയുള്ള കമ്പോണൻസുകളൊക്കെ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ നിന്ന് ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ. സോ ഇത്തരത്തിൽ നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് നമ്മുടെ റിയാക്ട് പ്രോജക്റ്റിൽ നമുക്ക് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വളരെ പെട്ടെന്ന് നമ്മുടെ കമ്പോണൻറ്റുകൾ സ്റ്റൈൽ ചെയ്യാൻ സാധിക്കും.